എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പതിവീടിലേക്ക് സ്വാഗതം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2026 റിസൾട്ട് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലേക്ക് ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്കും കുറിച്ചുക. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രധാനമറിയുന്ന മാതൃക +2 പബ്ലിക് എക്സാം റിസൾട്ട് 2026 റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അപ്പോൾ സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു. തീർച്ചയായും പ്രിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇപ്പോൾ നമുക്ക് SLC പരീക്ഷ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോൾ +1 ആയാലും +2 ആയാലും നേരത്തെ ഒരു 2 വർഷം മുമ്പ് വരെ എന്തായിരുന്നു, സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സുരക്ഷയെ മാനിച്ച് സ്കൂൾ വൈസ് റിസൾട്ട് എന്ന സംവിധാനം എടുത്തു കളഞ്ഞിട്ടുണ്ട്. +2 എന്തില്ല, സ്കൂൾ വൈസ് റിസൾട്ട് എന്ന സംവിധാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഓരോ വിദ്യാർത്ഥിയുടെയും ഇൻഡിവിജ്വൽ റിസൾട്ട്, പേഴ്സണൽ റിസൾട്ട് അഥവാ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി പേഴ്സണൽ റിസൾട്ടുകൾ എടുക്കാമെന്നല്ലാതെ സ്കൂൾ വൈസ് റിസൾട്ട് ഒരാൾക്കും എടുക്കാൻ സാധിക്കില്ല. ഇത് എടുത്തു കളഞ്ഞതിന് ശേഷം ഒരാളുടെ റിസൾട്ട് മറ്റൊരാൾ കാണാതിരിക്കാൻ വേണ്ടി എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അത് വിദ്യാർത്ഥിയുടെ വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ കാര്യം നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഓരോ വിദ്യാർത്ഥികളുടെ റിസൾട്ട് അവർക്ക് മാത്രമേ കാണാൻ പറ്റൂ. പിന്നെ സ്കൂൾ വൈസ് റിസൾട്ട് കിട്ടും, അത് സ്കൂളുകാർക്കാണ്. ഓരോ സ്കൂളുകാർക്കും പ്രിൻസിപ്പൽ ലോഗിനിലൂടെ അല്ലെങ്കിൽ സ്കൂൾ ലോഗിനിലൂടെ അവർക്ക് സ്കൂൾ വൈസ് റിസൾട്ട് എടുക്കാൻ പറ്റും. അല്ലാതെ ഓരോ വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓരോ സ്കൂൾ കോഡ് അടിച്ച് എടുക്കാൻ പറ്റില്ല. നേരത്തെ അങ്ങനെ 2 വർഷം മുമ്പ് സ്കൂൾ കോഡ് അടിച്ച് നമുക്ക് റിസൾട്ട് എടുക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് അങ്ങനെയില്ല. വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരാളുടെ റിസൾട്ട് മറ്റൊരാൾ അറിയാതിരിക്കാൻ വേണ്ടിയും അത് അവർക്ക് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ടും തന്നെ ഓരോ വിദ്യാർത്ഥികളുടെയും ഇൻഡിവിജ്വൽ റിസൾട്ട് മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ. സ്കൂൾ വൈസ് റിസൾട്ട് സ്കൂളുകൾക്ക് കിട്ടും, പക്ഷേ വിദ്യാർത്ഥികൾക്കോ വ്യക്തികൾക്കോ പൊതുജനങ്ങൾക്കോ അവൈലബിൾ ആയിട്ടുള്ളതല്ല. തീർച്ചയായും സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിവരമാണ് ശ്രദ്ധയിൽപ്പെടുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ കാണുന്നതിന് വേണ്ടി